So can we start? നിങ്ങളൊന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് പറയുക. എന്റെ സൗണ്ട് ഓഡിബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണ്. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ കണ്ടിന്യൂസ് ബീം വിത്ത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സ്. കണ്ടിന്യൂസ് ബീം വിത്ത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത് കണ്ടിന്യൂസ് ബീം വിത്ത് ഫിക്സഡ് സപ്പോർട്ട്സ് അറ്റ് എൻഡ്സ് ആയിരുന്നു. സപ്പോർട്ട്സിൽ ഫിക്സഡ് എൻഡ്സ് ആയിരുന്നു. അപ്പൊ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഫിക്സഡ് എൻ സപ്പോർട്ട് എൻഡ്സ് എ ആൻഡ് സപ്പോർട്ട് സിയിൽ നമുക്കുള്ളത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സ് ആണുള്ളത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. അപ്പോൾ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം MFAB എന്ന് പറഞ്ഞ സപ്പോർട്ടിലെ ഫിക്സഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാണ് ഫോർ ദ സ്പാൻ AB. AB എന്ന് പറഞ്ഞ സ്പാനിലുള്ളത് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ഫിക്സഡ് എൻഡ് മൊമെന്റിന്റെ ഇക്വേഷൻ WL²/12. AB എന്ന് പറഞ്ഞ സ്പാനിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് എല്ലാം നെഗറ്റീവ് മൊമെന്റ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നെഗറ്റീവ് WL²/12. W എന്ന് വെച്ചാൽ ലോഡ് 30, L എന്ന് വെച്ചാൽ AB സ്പാൻ ലെങ്ത് 60 അല്ല 6 ഡിവൈഡഡ് ബൈ 12. 30 into 6² is equal to 90 kilonewton meter. 90 kilonewton meter. ഇനി അടുത്തത് ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിലെ ഫിക്സഡ് ആൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാണ് ഫോർ സ്പാൻ AB. MFBA. സോ ഇക്വേഷൻ സെയിം തന്നെയാണ് WL²/12. പക്ഷേ സ്പാനിന്റെ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് ഫിക്സഡ് ആൻഡ് മൊമെന്റ് വിൽ ബി പോസിറ്റീവ്. പ്ലസ് WL²/12. 30 into 6² is equal to 90 kilonewton meter. Next, considering span BC. അപ്പോൾ സ്പാൻ BCയിലെ B എന്ന് പറഞ്ഞ സപ്പോർട്ടിന്റെ ഫിക്സഡ് ആൻഡ് മൊമെന്റ്. അപ്പോൾ സ്പാൻ BC കൺസിഡർ ചെയ്യുമ്പോൾ BC എന്ന് പറഞ്ഞ സപ്പോർട്ട് ലെഫ്റ്റ് സൈഡിലെ സപ്പോർട്ടാണ്. സോ ഇറ്റ് ഈസ് ടേക്കൻ ആസ് നെഗറ്റീവ്. BC എന്ന് പറഞ്ഞ സ്പാനിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. പക്ഷെ പോയിന്റ് ലോഡ് എക്സെൻട്രിക് ആണ്. എക്സാക്ട് സെന്ററിലല്ല പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ഫിക്സഡ് ആൻഡ് മൊമെന്റിന്റെ ഇക്വേഷൻ WAB²/L². WAB²/L². W എന്ന് വെച്ചാൽ ലോഡ് 40, A എന്ന് പറഞ്ഞാൽ 2 meter ഡിസ്റ്റൻസ്, B എന്ന് പറഞ്ഞാൽ 3 meter ഡിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ L എന്ന് പറയുന്നത് BC സ്പാൻ ലെങ്ത് 5². Minus 40 into 2 into 3² divided by 5² is equal to 28.8 kilonewton meter. Next, C എന്ന് പറഞ്ഞ സപ്പോർട്ടിന്റെ ഫിക്സഡ് ആൻഡ് മൊമെന്റ് MFCB. ഇക്വേഷൻ എന്താണ്? WA²B/L². സ്പാനിന്റെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് റൈറ്റ് സൈഡിലായതുകൊണ്ട് ഫിക്സഡ് ആൻഡ് മൊമെന്റ് is taken as positive. So plus WA²B divided by L². So value substitute ചെയ്യുമ്പോൾ fixed and moment MFCB is equal to 19.2 kilonewton meters. 19.2 kilonewton meters. Okay. ഇത് ക്ലിയർ ആണോ? നമ്മൾ ഒരുപാട് നാളുകൊണ്ട് ചെയ്യുന്നതാണോ ഈ സെയിം ഇക്വേഷൻ? ക്ലിയർ ആണോ? അടുത്ത സ്റ്റെപ്പ് പറയാമോ? ഫിക്സഡ് ആൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഫിക്സഡ് ആൻഡ് മൊമെന്റ് കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം? ടേബിൾ കോളം ഓർമ്മയുണ്ടോ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടാബുലർ കോളം എന്തൊക്കെ വാല്യൂസ് അതിനകത്ത് വേണ്ടത്? സോ ഫസ്റ്റ് നമുക്ക് ജോയിൻസ് എന്ന് പറഞ്ഞ ജോയിൻസ് ആണ്. നമുക്ക് എത്ര നമ്പർ ഓഫ് ജോയിന്റ് ഉണ്ടായിരുന്നു? നമുക്ക് 2 സ്പാനാ ഉള്ളത്, AB സ്പാൻ ആൻഡ് BC സ്പാൻ.
അപ്പോൾ എ ബി സ്പാനും ബി സി സ്പാനും മീറ്റ് ചെയ്യുന്നത് ബി എന്ന് പറഞ്ഞ ജോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു നമ്പർ ഓഫ് ജോയിന്റേ ഉള്ളൂ. സോ ഓർക്കുന്നില്ലേ, നമുക്ക് ഇത് എ എന്ന് പറഞ്ഞ സപ്പോർട്ട്, ഇവിടെ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട്, ഇവിടെ സി എന്ന് പറഞ്ഞ സപ്പോർട്ട്. അപ്പോൾ രണ്ട് മെമ്പേഴ്സ് ആണ്, എ ബി ആൻഡ് ബി സി എന്ന് പറഞ്ഞ മെമ്പേഴ്സ് ആണ്. എ ബിയും ബി സി മെമ്പറിനെ കണക്ട് ചെയ്യാൻ നമുക്ക് ഒരു ജോയിന്റേ ഉള്ളൂ, ജോയിന്റ് ബി. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് കോളം ജോയിന്റ്, നമുക്ക് ഒരു ജോയിന്റ് ആണുള്ളത്, ജോയിന്റ് ബി. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു, മെമ്പർ. എത്ര മെമ്പർ ഉണ്ട് ജോയിന്റ് ബി എന്ന്? ജോയിന്റ് ബിന്ന് എത്ര മെമ്പേഴ്സ് വരുന്നുണ്ട്? ബി എ മെമ്പർ ആൻഡ് ബി ടു മെമ്പേഴ്സ്, ബി എ മെമ്പർ ആൻഡ് ബി സി, ബി എ ആൻഡ് ബി സി മെമ്പർ. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്? അടുത്തായിരുന്നു സ്റ്റിഫ്നെസ്, സ്റ്റിഫ്നെസ് കെ. സോ സ്റ്റിഫ്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു രണ്ട് ഇക്വേഷൻസ്? ഒരു ഇക്വേഷൻ 4EI ഡിവൈഡഡ് ബൈ എൽ ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ 3EI ഡിവൈഡഡ് ബൈ എൽ. അപ്പൊ രണ്ട് ഇക്വേഷൻ ആണുള്ളത്, 4EI ബൈ എല്ലും 3EI ഡിവൈഡഡ് ബൈ എല്ലും. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതായിരിക്കും? 4EI ബൈ എൽ ആണോ 3EI ബൈ എൽ ആണോ? 4EI ബൈ എൽ അല്ല, ഈ ഇക്വേഷൻ അല്ല യൂസ് ചെയ്യുന്നത്, 3EI ബൈ എൽ ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ജോയിന്റ് ബി, നമുക്ക് ജോയിന്റ് ബി ആണുള്ളത്, ബി എ മെമ്പർ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ബി എ മെമ്പറിനകത്ത് എ എന്ന് പറഞ്ഞ മെമ്പർ ആണ് ഫാർ എൻഡിലുള്ള ജോയിന്റ്, അല്ലെങ്കിൽ ഫാർ എൻഡിലുള്ള സപ്പോർട്ട്, ജോയിന്റ് അല്ല സപ്പോർട്ട്. എ എന്ന് പറഞ്ഞ സപ്പോർട്ട് സിമ്പിൾ സപ്പോർട്ട് ആണ്. സിമ്പിൾ സപ്പോർട്ട് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 3EI ഡിവൈഡഡ് ബൈ എൽ ആണ്. അപ്പോൾ സ്റ്റിഫ്നെസിന്റെ ഇവിടെ 3E ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ എൽ. എൽ എന്ന് വെച്ചാൽ എ ബി സ്പാൻ ലെങ്ത്, എ ബി സ്പാൻ ലെങ്ത് 6 ആണ്. ഇനി അതേ കണക്കാണ് ബി സി, ബി ടു സി. ഇനി സി എന്ന് പറഞ്ഞ സപ്പോർട്ട് എന്താണ്? സിമ്പിൾ സപ്പോർട്ട് ആണ്. സോ ബി സപ്പോർട്ട് സി എന്ന് പറഞ്ഞാണ്, ബി സി സ്പാനിൽ സി എന്ന് പറയുന്നതാണ് ഫാർ എൻഡ് സപ്പോർട്ട്. സി എന്ന് പറഞ്ഞ സപ്പോർട്ടും സിമ്പിൾ സപ്പോർട്ട് ആണ്. സിമ്പിൾ സപ്പോർട്ട് ആണെങ്കിലാണ് സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ 3EI ഡിവൈഡഡ് ബൈ എൽ, 3 ഇൻറ്റു EI ഡിവൈഡഡ് ബൈ എൽ. ബി സി സ്പാൻ ലെങ്ത് 5 meters. അപ്പൊ 3EI ഡിവൈഡഡ് ബൈ 5. ഇത്രയും ക്ലിയർ ആണോ? Yes, sir. നമുക്ക് അടുത്ത എന്തായിരുന്നു ചെയ്യേണ്ടത്? അടുത്ത കോളത്തിൽ എന്തായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത്? Sum of stiffness. സം ഓഫ് സ്റ്റിഫ്നെസ്. അപ്പൊ ബി എയുടെ സ്റ്റിഫ്നെസ്സും ബി സിയുടെ സ്റ്റിഫ്നെസ്സും തമ്മിൽ ആഡ് ചെയ്യണം. ബി എ സ്റ്റിഫ്നെസ്സും ബി സി സ്റ്റിഫ്നെസ്സും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ആഡ് ചെയ്ത ആൻസർ പറഞ്ഞേ. സം ഓഫ് കെ 3EI by 6 plus 3EI divided by 5 എന്ത് വരും? 3EI by 6, 3EI by 5. 11EI by 10. 11EI divided by 10. 11EI divided by 10. സോ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫോർ ബി എ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? കെ ഡിവൈഡഡ് ബൈ സിഗ്മ കെ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ സം ഓഫ് സ്റ്റിഫ്നെസ്. അപ്പോൾ ഫോർ ബി എ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 3EI by 6 ഡിവൈഡഡ് ബൈ 11EI by 10. ഇനി ബി സിയുടെ സ്റ്റിഫ്നെസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3EI by 5 ഡിവൈഡഡ് ബൈ 11EI by 10. ഇപ്പൊ ആൻസേഴ്സ് ഒന്ന് പറയാമോ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫസ്റ്റ് ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 3EI ഡിവൈഡഡ് ബൈ 6 ഡിവൈഡഡ് ബൈ 11EI by 10, k ഡിവൈഡഡ് ബൈ സിഗ്മ കെ.
Sum of stiffness. Five by 11 and 6 by 11. 5 by 11, 6 by 11. Five by 11 and 6 divided by 11. So, distribution factor calculate ചെയ്യുന്നതാണ് second step. ഇനി third step എന്തായിരുന്നു? Third step. Moment distribution. Moment distribution. അപ്പോൾ moment distribution calculate ചെയ്യാനും നമുക്ക് വീണ്ടും ഒരു tabular column വരയ്ക്കണം. Moment distribution. So tabular column first row il എന്തായിരുന്നു? First column. Join. Second row il എന്തായിരുന്നു എഴുതുന്നത്? Member. പക്ഷെ നേരത്തെ പറഞ്ഞു നമുക്ക് ബി എന്ന് പറഞ്ഞൊരു മെമ്പർ മാത്രമേ ഉള്ളൂ. ബി എന്ന് പറഞ്ഞൊരു ജോയിന്റ് മാത്രമേ ഉള്ളൂ. ജോയിന്റ് ബി. ജോയിന്റ് ബിയിൽ നമുക്ക് ബി എ മെമ്പർ ആൻഡ് ബി സി മെമ്പർ, ബി എ മെമ്പർ, ബി സി മെമ്പർ. പിന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഒരു എ ബി എന്ന് പറഞ്ഞൊരു മെമ്പർ ഉണ്ട്. എ ബി, ബി എ, ബി സി ആൻഡ് സി ബി. ഇത്രയും എഴുതിയേക്കുന്നത് ക്ലിയർ ആണോ? ജോയിന്റ് മെമ്പർ ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, sir. സോ ഇനി നെക്സ്റ്റ് റോയിൽ നമ്മൾ എഴുതുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമുക്കുള്ളത് ബി എക്കും ബി സിക്കുമാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ഉള്ളത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫോർ ബി എ 5 divided by 11 and distribution factor for BC 6 divided by 11. 5 divided by 11, 6 divided by 11. ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത്, നെക്സ്റ്റ് റോയിൽ എഴുതുന്നത് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. Fixed end moments. വാല്യൂസ് ഓർക്കുന്നുണ്ടോ? എ ബിയുടെ ഫിക്സഡ് എൻഡ് മൊമെന്റ് എത്ര കിട്ടിയെന്ന്? എ ബിയുടെ ഫിക്സഡ് എൻഡ് മൊമെന്റ് കിട്ടിയ വാല്യൂ -90. ബി യുടെ ഫിക്സഡ് എൻഡ് മൊമെന്റ് വാല്യൂ കിട്ടിയത് 90. ബി സിയുടെ ഫിക്സഡ് എൻഡ് മൊമെന്റ് -28.8 ആൻഡ് സി ബിയുടെ ഫിക്സഡ് എൻഡ് മൊമെന്റ് കിട്ടിയത് 19.2. ഇതാണ് നമുക്ക് കിട്ടിയ ഫിക്സഡ് എൻഡ് മൊമെന്റ്. സ്റ്റെപ്പ് 1 കിട്ടിയ ഫിക്സഡ് എൻഡ് മൊമെന്റ് വാല്യൂസ്. ഫിക്സഡ് എൻഡ് മൊമെന്റ് വാല്യൂസ്. സോ നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിനകത്ത് നിന്ന് നമ്മുടെ ബീമിന്റെ ഫൈനൽ എൻഡ് മൊമെന്റ്സ് ആണ്, ഫൈനൽ മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കണ്ടിന്യൂസ് ബീം ആണ്. കണ്ടിന്യൂസ് ബീമിന്റെ രണ്ട് എൻഡിലും ഉണ്ടായിരുന്നത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സ് ആണ്. ഇനി നിങ്ങളെന്ന് പറയും നമുക്ക് ഈ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സിൽ മൊമെന്റ് ഉണ്ടാകുമോ? ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെങ്കിൽ എ ബി ഈ ഒരു പോയിന്റില് എ എന്ന് പറഞ്ഞ പോയിന്റിലും സി എന്ന് പറഞ്ഞ പോയിന്റിലും എന്തെങ്കിലും മൊമെന്റ് ഡെവലപ്പ് ചെയ്യുമോ? സീറോ. മൊമെന്റ് 0 ആണ്. അപ്പോ നമ്മൾ ഇത്രയും എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എ ബി മെമ്പറിലും സി ബി മെമ്പറിലും മൊമെന്റ് 0 ആക്കണം. എന്നിട്ടായിരിക്കണം ബാക്കി ചെയ്യേണ്ടത്. അപ്പോൾ 0 ആക്കാനായിട്ട് നമ്മുടെ എ ബി മെമ്പറിൽ നമുക്ക് -90 ആണെങ്കിൽ ഇവിടെ +90 ഇടുക. +90. എന്നിട്ട് അതിന്റെ എക്സാക്ട് ഹാഫ് ക്യാരി ഓവർ ചെയ്യാം. എ ബി എന്നുള്ളത് ബി എയിലേക്ക് ക്യാരി ഓവർ ചെയ്യാം. അപ്പോൾ 45 കിട്ടും. 90യുടെ എക്സാക്ട് ഹാഫ് ക്യാരി ഓവർ ചെയ്തു. ഇനി ഇവിടെ എന്താണ്? +19.2 ആണ്. അപ്പോൾ
സി ബി മെമ്പർ 0 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? -19.2. ഈ -19.2ന്റെ എക്സാക്ട് ഹാഫ് ഇപ്പുറത്തേക്ക് ക്യാരി ഓവർ ചെയ്തു. 19.2ന്റെ എക്സാക്ട് ഹാഫ് എന്ന് പറയുമ്പോൾ -9.6. അപ്പോൾ നമുക്ക് എൻഡ് സപ്പോർട്ട് സിമ്പിൾ സപ്പോർട്ട് ആണെങ്കിൽ ആ എൻഡ് സപ്പോർട്ട് 0 ആക്കിയതിന് ശേഷം വേണം ബാക്കി നമ്മൾ പ്രൊസീഡ് ചെയ്യാനായിട്ട്. സോ ക്ലിയർ ആണോ? അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ എ ബി മെമ്പർ -90 + 90 0, 90 + 45 135, -28.8 -9.6 -38.4 -38.4, 19.2 -19.2 0. അപ്പോൾ ഇതാണ് ഇനിഷ്യൽ മൊമെന്റ്. ഇനിഷ്യൽ മൊമെന്റ്. അപ്പോൾ എൻഡ് സപ്പോർട്ട് സിമ്പിൾ സപ്പോർട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എൻഡ് സപ്പോർട്ട്സ് 0 ആക്കിയതിന് ശേഷം വേണം ബാക്കി പ്രൊസീഡ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No, sir. ഓക്കെ. അപ്പോൾ ഇനിഷ്യൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനിഷ്യൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം സോ നമുക്ക് ബി എന്ന് പറഞ്ഞ സപ്പോർട്ട്, ബി എന്ന് പറഞ്ഞ ജോയിന്റ്സ് നോക്കിക്കേ. ഇവിടെ ബി എ മെമ്പറും ബി സി മെമ്പറും. ബി എയിലെ മൊമെന്റ് 135 ആണ്, ബി സിയിലത് -38.4 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മൊമെന്റ് പറ്റത്തില്ല. ബി എയിലെ മൊമെന്റിന്റെ എക്സാക്ട് സെയിം വാല്യൂ തന്നെ ആയിരിക്കണം ബി സിയിലെ മൊമെന്റ്, സൈൻ വേരി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇത് എന്ത് ചെയ്യണം? അവിടെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാനായിട്ട് 135 -38.4 എത്ര വരുന്നത്? 135 -38.4 എന്ത് വരും? 135 -38.4 ആൻസർ ഒന്ന് പറഞ്ഞേ. സോ ഇത് ഈ 135 -38.4 തമ്മിലുള്ള ഡിഫറൻസ് എത്ര വന്നു? 96.6. 96.6. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? +96.6 എന്നാണ് കിട്ടിയത്. 96.6. ഇനി എന്ത് ചെയ്യണം? പ്ലസ് ഡിഫറൻസ് പോസിറ്റീവ് ആണ് കിട്ടിയെങ്കിൽ -19.6 എടുക്കുക. ഞാൻ -96.6 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി എ. അപ്പോൾ 96.6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 11 എത്ര വരും? 96.6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 11 -96.6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 11 -43.9 എന്ന ആൻസർ ആണോ കിട്ടിയത്? -43.9. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ബി എന്ന് എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെ ക്യാരി ഓവർ ചെയ്യണ്ട. ബിക്കോസ് എന്താണ്? എ ബിയിലെ മൊമെന്റ് 0 ആണ്. അത് നമ്മൾ ഫിക്സ് ചെയ്തു ഫസ്റ്റിലെ തന്നെ. അതുകൊണ്ട് ക്യാരി ഓവർ ചെയ്യത്തില്ല. ഇനി ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? -96.6 ഇൻറ്റു 6/11 എത്ര വരും? -96.6 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 11 എത്ര ആൻസർ വരുന്നത്? -52.69. -52.69 ആയത് 52.7 എന്ന് എഴുതി. അവിടെയും ബി സി എന്നുള്ള മെമ്പർ സി ബിയിലേക്ക് ഹാഫ് ക്യാരി ഓവർ ചെയ്യത്തില്ല. ബിക്കോസ് സി ബിയിൽ നമ്മൾ 0 എന്നുള്ള വാല്യൂ ആദ്യമേ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും മാത്രം ചെയ്താൽ മതി ഈ ഒരു പ്രോബ്ലത്തിൽ. ബാക്കി കണ്ടിന്യൂ ചെയ്യണ്ട. ഇത്രയും മാത്രമേ നമുക്ക് 2 സ്പാൻ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ സ്റ്റോപ്പ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? ഓക്കെ. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ദാണ്ടേ
നമ്മൾ ഇനിഷ്യൽ മൊമെന്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു 135. എന്നിട്ട് ബാലൻസ് ചെയ്ത് കിട്ടിയതാണ് 43.9. അപ്പോൾ 135 മൈനസ് 43.9 91.1. അതേ കണക്ക് തന്നെ -38.4 മൈനസ് 52.7 is equal to മൈനസ് 91.1. അപ്പൊ എന്തായി? നമുക്ക് ബി എന്ന് പറഞ്ഞ ജോയിന്റിലെ ബി എ മെമ്പറിന്റെയും ബി സി മെമ്പറിന്റെയും മൊമെന്റ് സെയിം ആയിട്ട് കിട്ടി. ബി എ മെമ്പർ ആൻഡ് ബി സി മെമ്പറിന്റെ മൊമെന്റ് വാല്യൂസ് രണ്ടും സെയിം ആണ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ സൈൻ. സോ അത് ബാലൻസ്ഡ് ആയി. ക്ലിയർ ആണോ പറഞ്ഞത്? അത് കണക്ക് തന്നെ എ ബി മെമ്പറും സി ബി മെമ്പറിലെ മൊമെന്റ് 0 എന്നും കിട്ടി. മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No, sir. No, sir. സോ അടുത്ത സ്റ്റെപ്പില് എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫസ്റ്റ് എന്തായിരുന്നു? കുറെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചു. എന്തായിരുന്നു ചെയ്യേണ്ടത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്? സോ ഫസ്റ്റ് ഒരു ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈൻ വരച്ചിട്ട് ഫസ്റ്റ് വരയ്ക്കേണ്ടത് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിനകത്ത് ബേസ് ലൈനിന് മുകളിലുള്ളത് പോസിറ്റീവ് വാല്യൂസ്, താഴെയുള്ളത് നെഗറ്റീവ് വാല്യൂസ്. എ ബി ആൻഡ് സി. ഇപ്പൊ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് എ ബിയിൽ എന്താണ്? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ബി സിയിൽ നമുക്കുണ്ടായിരുന്നത് എന്താണ്? ഒരു 40 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡ് ആയിരുന്നു. 2 മീറ്റർ 3 മീറ്റർ ഡിസ്റ്റൻസ്, ലോഡ് 40 ആയിരുന്നു. Ρ0. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ വാല്യൂ 30 ആണ്. അതിന്റെ ഡിസ്റ്റൻസ് 6 മീറ്റേഴ്സ്. സോ ഈ എ ബിയുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്താണ്? പാരബോളിക് ഷേപ്പ്. നീ അതിന്റെ മൊമെന്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പാരബോളയുടെ മൊമെന്റ് വാല്യൂ ഇക്വേഷൻ മറന്നുപോയോ? WL²/8. അപ്പൊ WL²/8 ചെയ്യുമ്പോൾ ഈ മൊമെന്റ് വാല്യൂ എത്ര കിട്ടും? ഡബ്ല്യുവിന്റെ വാല്യൂ 30, എല്ലിന്റെ വാല്യൂ 6. അപ്പോൾ 30 × 6²/8. 30 × 6²/8 135 കിലോ ന്യൂട്ടൺ മീറ്റർ. 135 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി നമുക്ക് ബി സിയിലുള്ള എന്താണ്? ഒരു പോയിന്റ് ലോഡ് ആണ്. പോയിന്റ് ലോഡ് ആയതുകൊണ്ട് അവിടെ നമുക്ക് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്ത് ഷേപ്പാ കിട്ടുന്നത്? പോയിന്റ് ലോഡ് ആണെങ്കിൽ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ട്രയാങ്കുലർ ഷേപ്പ്. ആ ട്രയാങ്കിളിന്റെ മാക്സിമം മൊമെന്റ് വരുന്ന ഏത് പോയിന്റ് ആയിരിക്കും? ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നിടത്തായിരിക്കും മാക്സിമം മൊമെന്റ് വരുന്നത്. ഇനി ആ മാക്സിമം മൊമെന്റ് വരുന്ന വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത് എക്സെൻട്രിക് ആണ്, എക്സാക്ട് സെന്ററിലല്ല ആക്ട് ചെയ്യുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ട്രയാങ്കിളിന്റെ മാക്സിമം മൊമെന്റ് WAB/L. That means 40 × 2 × 3. 40 × 2 × 3 divided by L എന്ന് വെച്ചാൽ 2 + 3 5. എത്ര വരും? 40 × 2 × 3 divided by 5. 48. 48. ഇപ്പൊ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചു.
ഇനി നമുക്ക് എന്ത് വേണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇതിലേക്ക് വരയ്ക്കണം. അപ്പോൾ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, അതായത് സപ്പോർട്ട്സിലെ മൊമെന്റ് ഡയഗ്രത്തിനകത്ത് നെഗറ്റീവ് വാല്യൂസ് ആണ് ബേസ് ലൈനിന് മുകളിൽ വരയ്ക്കുന്നത്, പോസിറ്റീവ് വാല്യൂസ് ബേസ് ലൈനിന് താഴെ വരയ്ക്കും. നെഗറ്റീവ് വാല്യൂസ് ബേസ് ലൈനിന് മുകളിൽ, പോസിറ്റീവ് വാല്യൂസ് ബേസ് ലൈനിന് താഴെ. ഇനി നമുക്ക് ഓർത്താം, ബി എയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് +91.1 ആണ്. ബി എയുടെ വാല്യൂ, ബി എയില് മൊമെന്റ് +91.1 ആണ് കിട്ടിയത്. +91.1 എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയതുകൊണ്ട് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിട്ട് കൊടുത്തു അവിടെ, +91.1. ഇനി ബി സിയിൽ നമുക്ക് കിട്ടിയ വാല്യൂ -91.1 എന്നാണ്. നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ആ മൊമെന്റിനെ മാർക്ക് ചെയ്യുന്നു. ബി സിയിൽ നമുക്ക് കിട്ടിയ മൊമെന്റ് -91.1ഉം ബി എയിൽ കിട്ടിയത് +91.1. അപ്പൊ പോസിറ്റീവ് ആയതുകൊണ്ട് ബി എയിലെ മൊമെന്റ് ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചു. ബി സിയിൽ നെഗറ്റീവ് -91.1 ആണ്, അതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചു. രണ്ടിന്റെ വാല്യൂ എന്താണ്? 91.1 ആണ്. അപ്പോ ഈ മൊമെന്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രണ്ട് കേസിലും ഈ ബീം അപ്വേർഡ് ആയിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്. അപ്വേർഡ് ബെൻഡിങ് എന്ന് വെച്ചാൽ എന്താണ്? ഹോക്കിംഗ് മൊമെന്റ് ആണ്. ആൻഡ് ഹോക്കിംഗ് മൊമെന്റ്സ് ആർ ടേക്കൻ ആസ് നെഗറ്റീവ് മൊമെന്റ്സ്. ഹോക്കിംഗ് മൊമെന്റ്സ് ആർ ടേക്കൻ ആസ് നെഗറ്റീവ് മൊമെന്റ്സ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? അത് ബേസ് ലൈനിന് മുകളിലാണ് 91.9 എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തു. 91.9. എന്നിട്ട് എന്ത് ചെയ്യാണ്? എയിൽ നമുക്ക് മൊമെന്റ് ഇല്ല, സിയിൽ നമുക്ക് മൊമെന്റ് ഇല്ല. ഈ മൂന്ന് പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് വരയ്ക്കുന്ന സപ്പോർട്ട്സിലെ ഫൈനൽ മൊമെന്റ്സിന്റെ ലൈൻസ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻസ്. ഇനി നമുക്ക് ഈ പോർഷൻ ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് എന്ന് വെച്ചാൽ ഈ രണ്ട് ബെൻഡിങ് മൊമെന്റിന്റെയും ഡിഫറൻസ് ആണ് ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രണ്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മീറ്റ് ചെയ്യുന്നിടത്ത് എന്ത് ചെയ്യുക? ഈ സ്ട്രെയിറ്റ് ലൈനിന് മുകളിലുള്ള പോർഷൻസ് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ പോർഷൻ ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇവിടെയാണ് ഈ സ്ട്രെയിറ്റ് ലൈനിന് മുകളിലുള്ള പോർഷൻ, ഇത് ഷെയ്ഡ് ചെയ്യുക. പിന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? ഫൈനൽ മൊമെന്റ് മാത്രം വരുന്ന പോർഷൻ ഉണ്ട്, അപ്പൊ ആ പോർഷനും ഷെയ്ഡ് ചെയ്യുക. സോ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയൻ ആണ് നമ്മുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻസ് ആണ് ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ക്ലിയർ ആയോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്? Yes, sir. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ BMD വരച്ചതിനകത്ത്? സോ ഇതാണ് നമ്മുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അതിന്റെ താഴെ വരച്ചിരിക്കുന്നതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ്, ആദ്യം മുതൽ വരയ്ക്കുന്ന അതേ മെത്തേഡാണ്. നിങ്ങൾ ടോസ് 1 പഠിച്ച സെയിം രീതി തന്നെയാണ് ചെയ്യുന്നത്. അത് നോക്കുക, മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പം ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. ഞാൻ എന്താണ്ട് അനലൈസ് എ കണ്ടിന്യൂസ് ബീം ഷോൺ ഇൻ ഫിഗർ ബൈ മെത്തേഡ് ഓഫ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ലോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വന്നത് മാത്രമേ ഉള്ളൂ. എ ബിയിലെ പോയിന്റ് ലോഡും ബി സിയിലെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. നമ്മളിപ്പം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. സോ സെയിം പ്രൊസീജിയർ. ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ ചോദിക്കുക. നമ്മളിപ്പോൾ ചെയ്ത അതേ മെത്തേഡ്, അതേ സ്റ്റെപ്പ്, അതേ പ്രൊസീജിയർ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ വീണ്ടും അത് നമ്മൾ സോൾവ് ചെയ്യുന്നില്ല, അത് സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സെയിം രീതി എന്നേ ഉള്ളൂ.
So next, fifth question. Analyze the continuous beam loaded as shown in figure by method of moment distribution. Sketch the bending moment diagram and shear force diagram. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ വന്ന വ്യത്യാസം എന്താ? നമ്മൾ ഇതുവരെ ചെയ്തു വന്ന പ്രോബ്ലം ഇതും തമ്മിലുള്ള വ്യത്യാസം ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. എന്താന്ന് പറഞ്ഞേ? ഫിഗർ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആ നമ്പർ ഓഫ് ജോയിന്റ്സ് നമുക്ക് രണ്ട് നമ്പർ ഓഫ് ജോയിന്റ്സ് വന്നു. ബി എന്ന് പറഞ്ഞ ജോയിന്റും സി എന്ന് പറഞ്ഞ ജോയിന്റും. ഇനി എൻഡ് സപ്പോർട്ട് നോക്കിക്കേ. എ എന്ന് പറഞ്ഞ സപ്പോർട്ടും ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടും. എ എന്ന് പറഞ്ഞ സപ്പോർട്ട് ഒരു ഫിക്സഡ് സപ്പോർട്ട് ആണ്. ഡി എന്ന് പറഞ്ഞ സപ്പോർട്ട് ഒരു സിമ്പിൾ സപ്പോർട്ട് ആണ്. ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്. എ സപ്പോർട്ട് ഫിക്സഡും ഡി എന്ന് പറഞ്ഞ സപ്പോർട്ട് സിമ്പിൾ സപ്പോർട്ടും. സോ അത് നമുക്ക് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുമ്പോൾ ഒരു എന്താ ചെയ്യണ്ടേ? ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടിലെ മൊമെന്റ് 0 ആക്കണം. സോ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മൊമെന്റ് ഡിസ്ട്രിബ്യൂഷനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ? ഫിക്സഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫിക്സഡ് എൻഡ് മൊമെന്റ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? എ എന്ന് പറഞ്ഞ സപ്പോർട്ടിന്റെ ഫിക്സഡ് എൻഡ് മൊമെന്റ് MFAB. AB എന്ന് പറഞ്ഞ സ്പാനിൽ എന്താ ഉള്ളത്? 40 എന്നുള്ളൊരു പോയിന്റ് ലോഡ് ആണുള്ളത്. അത് എക്സെൻട്രിക്കലി ലോഡഡ് ആണ്. സോ ഇക്വേഷൻ WAB സ്ക്വയർ ബൈ L സ്ക്വയർ. അപ്പോൾ എ എന്ന് പറഞ്ഞ സപ്പോർട്ട് ലെഫ്റ്റ് സൈഡ് സപ്പോർട്ട് ആയതുകൊണ്ട് നെഗറ്റീവ് മൊമെന്റ് കൊടുത്തു. -40 × 2 × 3 സ്ക്വയർ ബൈ 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു -28.8 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ്. ഇനി നെക്സ്റ്റ് എന്താണ്? MFBA. BAയിലും WA സ്ക്വയർ B ബൈ L സ്ക്വയർ ആണ് ഫിക്സഡ് എൻഡ് മൊമെന്റിന്റെ ഇക്വേഷൻ. ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് AB സ്പാന്റെ റൈറ്റ് സൈഡ് സപ്പോർട്ട് ആയതുകൊണ്ട് പോസിറ്റീവ് മൊമെന്റ്. അപ്പോൾ +WA സ്ക്വയർ B ബൈ L സ്ക്വയർ. ആൻസർ എന്ന് പറയുമ്പോൾ 19.2 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി BC എന്താണ്? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫിക്സഡ് എൻഡ് മൊമെന്റിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? BC സ്പാനിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആകുമ്പോൾ ഫിക്സഡ് എൻഡ് മൊമെന്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തല്ലേ ഉള്ളൂ. WL സ്ക്വയർ ബൈ 12. അതിനകത്ത് MFBC ആണെങ്കിൽ -WL സ്ക്വയർ ബൈ 12ഉം MFCB ആണെങ്കിൽ +WL സ്ക്വയർ ബൈ 12. അപ്പോൾ -WL സ്ക്വയർ ബൈ 12 ചെയ്യുമ്പോൾ -10 × 4 സ്ക്വയർ ബൈ 12 -13.33 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി MFCB ആകുമ്പോൾ +WL സ്ക്വയർ ബൈ 12 ഈസ് ഈക്വൽ ടു 13.33 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി നമുക്ക് ലാസ്റ്റ് സ്പാൻ CB എന്ന് പറഞ്ഞ സ്പാൻ. CB അല്ല, CD സ്പാനും എക്സെൻട്രിക് പോയിന്റ് ലോഡിംഗ് ആണ്. എക്സെൻട്രിക് പോയിന്റ് ലോഡിംഗ് ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? സിയിൽ വരുമ്പോൾ -WAB സ്ക്വയർ ബൈ L സ്ക്വയർ. അതിനൊക്കെ ഡിയിൽ വരുമ്പോൾ +WA സ്ക്വയർ B ഡിവൈഡഡ് ബൈ L സ്ക്വയർ. എ എന്ന് വെച്ചാൽ 1.5, ബി എന്ന് വെച്ചാൽ 2.5. A 1.5 and B 2.5, W 30. അപ്പോൾ MFCDയുടെ ഇക്വേഷൻ -WAB സ്ക്വയർ ഡിവൈഡഡ് ബൈ L സ്ക്വയർ. Answer -17.58 കിലോ ന്യൂട്ടൺ മീറ്റർ. And MFDC യുടെ വാല്യൂ +10.55 കിലോ ന്യൂട്ടൺ മീറ്റർ. 10.55 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ്. ഫിക്സഡ് ആൻഡ് മൊമെന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഫിക്സഡ് ആൻഡ് മൊമെന്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫിക്സഡ് ആൻഡ് മൊമെന്റിൽ? No, sir. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ എത്ര നമ്പർ ഓഫ് ജോയിന്റ്സ് ഉണ്ട്? നമുക്ക് എത്ര സ്പാൻ കണ്ടിന്യൂസ് ബീം ആണത്? 2 സ്പാനോ 3 സ്പാൻ കണ്ടിന്യൂസ് ബീം? 3 span. AB, BC and CD. അപ്പൊ എത്ര നമ്പർ ഓഫ് ജോയിന്റ്സ് ഉണ്ട് ഇവിടെ? എത്ര നമ്പർ ഓഫ് ജോയിന്റ്സ്? 2 നമ്പർ ഓഫ് ജോയിന്റ്സ് ഉണ്ട്. B എന്ന് പറഞ്ഞ ജോയിന്റും ഉണ്ട്, C എന്ന് പറഞ്ഞ ജോയിന്റും ഉണ്ട്.
സോ നമ്മൾ നേരത്തെ ചെയ്ത കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതിനേക്കാളും ഒരു സ്റ്റെപ്പ് അഡീഷണൽ വരും. നമുക്ക് സി എന്ന് പറഞ്ഞൊരു ജോയിന്റിന്റെ സം ഓഫ് സ്റ്റിഫ്നെസ്സും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ ടേബിള്. ഫസ്റ്റ് എന്ത് എഴുതി? ജോയിന്റ്സ്, നമ്പർ ഓഫ് ജോയിന്റ്സ് ബി എന്ന് പറഞ്ഞ ജോയിന്റും സി എന്ന് പറഞ്ഞ ഒരു ജോയിന്റ് കൊണ്ട്. ഇനി മെമ്പർ, ബി ജോയിന്റില് ബി എ മെമ്പർ ആൻഡ് ബി സി മെമ്പർ, സി എന്ന് പറഞ്ഞ ജോയിന്റില് സി ബി മെമ്പർ ആൻഡ് സി ഡി മെമ്പർ. ഇനി നോക്കിക്കേ സ്റ്റിഫ്നെസ്. ഇപ്പൊ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് രണ്ട് നമ്പർ ഓഫ് ഇക്വേഷൻസ് ആണുള്ളത്. അപ്പോ ബി എ മെമ്പറിന്റെ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യണം. ബി എ മെമ്പർ, അപ്പോ ബി എ മെമ്പറിനകത്ത് ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ ഏത് ജോയിന്റാ വരുന്നത്? ബി എ ആണ് മെമ്പർ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഫാർ എൻഡ് എന്ന് വെച്ചാൽ എ ആണോ ബി ആണോ? എ എന്ന് പറഞ്ഞ സപ്പോർട്ട് എന്താണ്? ഒരു ഫിക്സഡ് സപ്പോർട്ട് ആണ്. ഫിക്സഡ് ആണെങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ 4EI ഡിവൈഡഡ് ബൈ എൽ. 4EI ഡിവൈഡഡ് ബൈ എൽ. അപ്പോ ഇവിടെ എല്ലിന്റെ വാല്യൂ 2 + 3 5. അങ്ങനെയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 4EI ഡിവൈഡഡ് ബൈ 5 വന്നിരിക്കുന്നത്. ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 4EI ഡിവൈഡഡ് ബൈ 5. 4EI ഡിവൈഡഡ് ബൈ 5. ഇനി ബി സി നോക്കാം. ബി സി, സോ ബി സി മെമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ ഫാർ എൻഡ് ഏതാ? ബി ആണോ സി ആണോ? ബി സി മെമ്പർ. നമ്മൾ ജോയിന്റ് ബി ആണ്, ജോയിന്റ് സി ആണ് ഫാർ എൻഡ്. സി എന്ന് പറഞ്ഞ സപ്പോർട്ട് ഒരു സിമ്പിൾ സപ്പോർട്ട് ആണ്. പക്ഷെ ഈ സിമ്പിൾ സപ്പോർട്ട് എന്താണ്? ഈ കണ്ടിന്യൂസ് ബീമിന്റെ ഉള്ളിൽ വരുന്ന സപ്പോർട്ടാണ്, എൻഡിൽ വരുന്ന സപ്പോർട്ട് അല്ല. കണ്ടിന്യൂസ് ബീമിന് അകത്ത് വരുന്ന സപ്പോർട്ടാണ്. അപ്പൊ കണ്ടിന്യൂസ് ബീമിന് ഉള്ളിൽ വരുന്ന ഒരു സിമ്പിൾ സപ്പോർട്ട് ആണെങ്കിൽ അതൊരു ഫിക്സഡ് സപ്പോർട്ട് പോലെ ആയിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ബീമിന്റെ ഉള്ളിൽ വരുന്ന സിമ്പിൾ സപ്പോർട്ട് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 4EI ബൈ എൽ എന്നുള്ള ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. സ്റ്റിഫ്നെസ്സിന് എടുക്കേണ്ട ഇക്വേഷൻ 4EI ബൈ എൽ. അപ്പോ നമുക്ക് 4EI ബൈ എൽ, എല്ലിന്റെ വാല്യൂ 4 തന്നെയാണ്. അപ്പൊ 4EI ബൈ 4 ഈസ് ഈക്വൽ ടു EI. 4EI ബൈ 4 ഈസ് ഈക്വൽ ടു EI. ഇനി എന്ത് ചെയ്യാണ്? സം ഓഫ് സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സം ഓഫ് സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബി എയുടെ സ്റ്റിഫ്നെസ് പ്ലസ് ബി സിയുടെ സ്റ്റിഫ്നെസ്. അപ്പോൾ 4EI ബൈ 5 പ്ലസ് EI. 4EI ബൈ 5 പ്ലസ് EI എന്ന് പറയുമ്പോൾ 9 ബൈ 5 EI. 4EI by 5 plus EI is equal to sum of stiffness 9 by 5 EI. ഇനി അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാണ്? 4EI by 5 ഡിവൈഡഡ് ബൈ 9 by 5 EI is equal to 4 by 9. ഇനി ഇവിടെ EI ഡിവൈഡഡ് ബൈ 9 by 5 EI is equal to 5 by 9. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? സി ബിയുടെയും സി ഡിയുടെയും സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ സി ബിയുടെ സ്റ്റിഫ്നെസ് ഇത് തന്നെ ആയിരിക്കും വരുന്നത്. 4EI ബൈ 4 ഇസ് ഈക്വൽ ടു EI. ഇനി സി ഡി നോക്കാം. സി ഡിയുടെ നോക്കുമ്പോൾ സി ഡി മെമ്പറിനകത്ത് ഡി എന്ന് പറഞ്ഞ മെമ്പർ എവിടെയാണ്? ഡി ആണ് ഫാർ എൻഡിലെ മെമ്പർ. ഫാർ എൻഡിലെ മെമ്പർ എന്ത് ടൈപ്പ് സപ്പോർട്ട് ആണ്? വെദർ ഇറ്റ് ഈസ് എ ഫിക്സഡ് സപ്പോർട്ട് ഓർ എ സിമ്പിൾ സപ്പോർട്ട്? ഫിക്സഡ് സപ്പോർട്ട് ആണോ സിമ്പിൾ സപ്പോർട്ട് ആണോ? സിമ്പിൾ സപ്പോർട്ട് ആണ്. അപ്പോ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ എന്ത് വരും? 3EI ഡിവൈഡഡ് ബൈ എൽ. ആൻഡ് എല്ലിന്റെ വാല്യൂ 1.5 പ്ലസ് 2.5 4. അപ്പോ 3EI ഡിവൈഡഡ് ബൈ 4 ആണ് ഇക്വേഷൻ. 3EI ഡിവൈഡഡ് ബൈ 4. ഇനി എന്ത് ചെയ്യാണ്? EI പ്ലസ് 3EI ഡിവൈഡഡ് ബൈ 4. EI plus 3EI divided by 4 is equal to 7 by 4 EI. 7 by 4 EI. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? സി ബിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ EI ഡിവൈഡഡ് ബൈ സം ഓഫ് സ്റ്റിഫ്നെസ്. EI ഡിവൈഡഡ് ബൈ 7 by 4 is equal to 4 by 7. ഇനി ഇവിടെ 3EI by 4 divided by 7 by 4 is equal to 3 by 7. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്ന തെറ്റിപ്പോയി കഴിഞ്ഞാൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിങ്ങൾ അത് ഫുള്ളായിട്ട് തെറ്റായി പോകും. നമുക്കൊരു സ്റ്റെപ്പ് പോലും മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിനകത്ത് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഈ 4EI/L-ഉം 3EI/L-ഉം വരുന്നത് കറക്റ്റ് ആയിട്ട് നോക്കുക. ഈ 3EI/L വരുന്നത് നമ്മൾ എൻഡ് സപ്പോർട്ട് സിമ്പിൾ സപ്പോർട്ട് വരുവാണെങ്കിൽ അത് മാത്രമായിരിക്കും 3EI/L വരുന്നത്. ബാക്കി എല്ലായിടത്തും 4EI/L എന്നുള്ള സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എൻഡ് സപ്പോർട്ട് സിമ്പിൾ സപ്പോർട്ട് വരുന്നിടത്ത് മാത്രമേ ഉള്ളൂ 3EI/L എന്ന് പറഞ്ഞ സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അത് ഓർത്തിരുന്നാൽ മതി. ബാക്കി എല്ലായിടത്തും 4EI/L ആണ് സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ. സോ നെക്സ്റ്റ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഇത് കറക്റ്റ് ആയിട്ട് നോക്കിക്കോണം. സോ നമുക്ക് എത്ര നമ്പർ ഓഫ് ജോയിൻസ് ഉണ്ടായിരുന്നു? ജോയിന്റ് ബി, ജോയിന്റ് സി. ഞാൻ ഇവിടെ AB ഈ മെമ്പർ എഴുതാൻ വേണ്ടി മാർക്ക് ചെയ്തേക്കുന്നതാണ്. സോ ഞാൻ ഈ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ അപ്പോഴേ തന്നെ ചോദിക്കുക, മിണ്ടാതിരിക്കരുത്. അപ്പൊ ജോയിന്റില് ജോയിന്റ് ബി ആൻഡ് ജോയിന്റ് സി. ഈ സെക്കൻഡ് റോ എന്തായിരുന്നു? മെമ്പർ ആയിരുന്നു. അപ്പൊ മെമ്പർ നമുക്ക് AB മെമ്പർ, ജോയിന്റ് ബിയുടെ താഴെ BA, BC, C ജോയിന്റ് താഴെ CB മെമ്പർ, CD മെമ്പർ, ലാസ്റ്റില് DC മെമ്പർ. അപ്പൊ മെമ്പർ എഴുതി. നെക്സ്റ്റില് എന്താ എഴുതുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 4/9 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തത്. BCയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 5/9, CBയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 4/7 ആൻഡ് CDയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 3/7. ഇനി നെക്സ്റ്റ് എന്താണ്? ഫിക്സഡ് ആൻഡ് മൊമെന്റ്. നമ്മുടെ സ്റ്റെപ്പ് 1ൽ കാൽക്കുലേറ്റ് ചെയ്ത് ഫിക്സഡ് ആൻഡ് മൊമെന്റിന്റെ വാല്യൂ എഴുതി. AB -28.8, BA 19.2, BC -13.33, CB 13.33, CD -17.58 and DC 10.55. ഇത്രയും ക്ലിയർ ആണോ? നമ്മൾ ഗിവൺ ഡേറ്റാസ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡേറ്റാസ് ഒക്കെയാണ് ഇതുവരെ നമ്മൾ എഴുതിയിരുന്നത്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No, sir. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ലാസ്റ്റ് സപ്പോർട്ട് ഡി എന്താണ്? സിമ്പിൾ സപ്പോർട്ട് ആണ്. സപ്പോർട്ട് ഡി സിമ്പിൾ സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മൾ ആ ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടിലെ മൊമെന്റ് 0 ആക്കണം. അപ്പൊ 0 ആക്കാനായിട്ട് നമുക്ക് കിട്ടിയ DC-യിലെ ഫിക്സഡ് എൻഡ് മൊമെന്റ് 10.55 എന്നാണ് ഫിക്സഡ് എൻഡ് മൊമെന്റ് കിട്ടിയത്. 10.55. ആ 10.55 നമ്മൾ 0 ആക്കാൻ പോവാണ്. അതിനെന്ത് ചെയ്തു? ഇവിടെ ഒരു -10.55 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -10.55 DC-യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യണം? അതിനെ CD-യിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. അപ്പോ 10.55 ഡിവൈഡഡ് ബൈ 2 -5.28 CD-യിലേക്ക് ക്യാരി ഓവർ ചെയ്ത് എഴുതി. സോ എന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എഴുതുവാണ്. അപ്പൊ 10.55 -10.55 0, -17.58 -5.28 22.86 -22.86. 13.33 അത് കണക്കിന് എഴുതി. ഇവിടെ -13.33 അത് കണക്കിന് എഴുതി. 19.2 അത് കണക്കിന് എഴുതി. 28.8 അത് കണക്കിന് എഴുതി. സോ നമുക്ക് ഈ കിട്ടുന്നതാണ് ഇനിഷ്യൽ മൊമെന്റ്. അപ്പോ എൻഡ് സപ്പോർട്ട് സിമ്പിൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് 0 ആക്കുക. അപ്പൊ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എൻഡ് സപ്പോർട്ട് 0 ആക്കി. എങ്ങനെ 0 ആക്കി? നമ്മുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ വാല്യൂ എത്രയാണോ അത് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കൊടുത്ത് 0 ആക്കി. അങ്ങനെ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ എക്സാക്ട് ഹാഫ് ക്യാരി ഓവർ ചെയ്യാം. ഇപ്പൊ DC-യിലാണ് നമ്മൾ 0 ആക്കിയതെങ്കിൽ അതെന്ത് ചെയ്യുക? നമ്മൾ ഏത് വാല്യൂ ഇട്ടാണോ 0 ആക്കിയത് അതിന്റെ എക്സാക്ട് ഹാഫ് ക്യാരി ഓവർ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. -5.28 എന്ന രീതിയിൽ ക്യാരി ഓവർ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതാണ്ട് ഇനിഷ്യൽ മൊമെന്റ്സ്. ഇത്രയും മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ.
സോ ഇനി നമ്മൾ ആ ഇനിഷ്യൽ മൊമെന്റ്സിന്റെ റോ നോക്കുക. ഇനിഷ്യൽ മൊമെന്റ്സിന്റെ റോയിൽ സപ്പോർട്ട് ബിയിൽ ബി എ സപ്പോർട്ടിലുള്ളത് എന്താണ് 19.2, ബി സി സപ്പോർട്ടിലുള്ളത് -13.33. ഇനി അതേ കണക്ക് തന്നെ സി എന്ന് പറഞ്ഞ സപ്പോർട്ടിലുള്ളത് 13.33യും സി ഡിയിലുള്ളത് -22.86. അപ്പൊ എന്താണ്, നമുക്ക് ഇവിടെ ഇത് ബാലൻസ് ചെയ്യണം. അപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? 19.2 - 13.33 എന്ത് വരും വാല്യൂ? 19.2 - 13.33 ആൻസർ എന്താ വരുന്നത്? 19.2 - 13.33 5.87 പ്ലസ് 5.87 എന്ന വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ ആ പ്ലസ് 5.87 എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഏത് വാല്യൂ ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? സോ ഈ ഇനിഷ്യൽ മൊമെന്റ്സിന്റെ ബി എയുടെയും ബി സിയുടെയും ഡിഫറൻസ് കിട്ടി 5.87. ആ 5.87 പ്ലസ് 5.87 ആണ് കിട്ടിയത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക, -5.87. ആ -5.87 ഏത് വാല്യൂ ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണ്ടേ? ഫോർ ബൈ നയൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോ 4/9 മൾട്ടിപ്ലൈ ചെയ്തു, എന്ത് വരും വാല്യൂ? 5.87 × 4/9. 5.87 × 4/9 എന്ത് കിട്ടും ആൻസർ? ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറായിട്ട് 2.61. 2.6088 ആയിരിക്കും കിട്ടുന്നത്. അത് നമ്മൾ 2 ഡെസിമൽ പ്ലേസിലേക്ക് എഴുതി -2.61. ഇനി എന്താ ചെയ്യണ്ടേ? ആ -2.61ന്റെ എക്സാക്ട് ഹാഫ് എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്യുക. അപ്പൊ 2.61 ഡിവൈഡഡ് ബൈ 2 അതാണ് എഴുതിയിരിക്കുന്ന ക്യാരി ഓവർ 1.31. മനസ്സിലായോ? 1.31. സോ ഇനി എന്ത് ചെയ്യണം? അതേ കണക്ക് തന്നെ 5.87 കിട്ടി. ഞാൻ 5.87 ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എത്രയാണ്? 5/9 ആണ് ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. 5/9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 5/9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5.87 × 5/9 19.2 - 13.33 ആ ഡിഫറൻസ് ആണ് 5.87. അപ്പോൾ പ്ലസ് 5.87 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ -5.87 × ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി സി. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി സി 5/9 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻസർ എത്ര? ആൻസർ 5.87 × 5/9. കേൾക്കുന്നില്ലേ നിങ്ങള്? 3.26 -3.26. ഇനി എന്ത് ചെയ്യാണ്? ആ -3.26 എങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യണം? സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. അപ്പൊ -3.26ന്റെ എക്സാക്ട് ഹാഫ് ആണ് ക്യാരി ഓവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് വന്നു? -1.63. -1.63. ഈ സെയിം സ്റ്റെപ്പ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. 13.33 - 22.86 എത്ര വരുന്നേ? 13.33 - 22.86. 13.33 - 22.86 ചെയ്യുമ്പോൾ എത്ര വരും? -9.53. അപ്പൊ നമുക്ക് ഡിഫറൻസ് നെഗറ്റീവിലാണ് കിട്ടിയത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? +9.53 ×
ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 4/7. അപ്പോ പ്ലസ് 9.53 ഇൻറ്റു 4/7 എത്ര കിട്ടും? പ്ലസ് 9.53 ഇൻറ്റു 4/7. സോ ചെയ്യുമ്പോൾ നമുക്ക് 5.45 എന്നായിരിക്കും വാല്യൂ കിട്ടുന്നത്. 5.4457 എന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ റൗണ്ട് ചെയ്ത് 5.45 എന്ന് എഴുതി. ഈ 5.45ന്റെ ഹാഫ് ക്യാരി ഓവർ ചെയ്തു. അപ്പോൾ 5.45 ഡിവൈഡഡ് ബൈ 2, ഇപ്പോൾ 2.73 എന്ന വാല്യൂ ഇങ്ങനെ ഇവിടെ വന്നു, പ്ലസ് 2.73. ഇനി എന്താണ് നമുക്ക് ഇവിടെ നേരത്തെ കിട്ടിയ 9.53 ഇൻറ്റു 9.53 ഇൻറ്റു 3/7. 9.53 ഇൻറ്റു 3/7 അതാണ് 4.08. ഇവിടെ നമ്മൾ സി ഡിയുടെ ഹാഫ് ഡി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്യത്തില്ല. എന്തുകൊണ്ട് ക്യാരി ഓവർ ചെയ്യത്തില്ല? നമുക്ക് ഡി സിയില് മൊമെന്റ് 0 ആണ്, നമ്മൾ ആദ്യമേ ചെയ്തു വെച്ചു. അപ്പോൾ അവിടെ ഒരു സിമ്പിൾ സപ്പോർട്ട് ആയതുകൊണ്ട് ഡി സിയിലെ മൊമെന്റ് എല്ലാം 0 ആണ്. അതുകൊണ്ടാണ് 4.08ന്റെ ഹാഫ് ഡി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്യാത്തത്. അത് ശ്രദ്ധിച്ചോണം, എക്സാമിന് പലരും തെറ്റിക്കുന്നതാണ്. നമ്മൾ വീണ്ടും ഇവിടെ 0 ഒക്കെ ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്യണ്ട, ബിക്കോസ് അത് ഓൾറെഡി 0 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അല്ലെങ്കിലും സിംപ്ലി സപ്പോർട്ടില് മൊമെന്റ് 0 ആണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യാത്തത്. ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനിയുള്ള സ്റ്റെപ്സ് എല്ലാം സിമ്പിൾ ആണ്. എന്ത് ചെയ്യണം? നമുക്ക് ഈ ക്യാരി ഓവർ ചെയ്ത് കിട്ടിയേക്കുന്ന വാല്യൂസ് നോക്കിക്കേ. ഇവിടെ 2.73, ബി എയിൽ ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാ? ഈ 2.73 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി എ. 2.73 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി എ എത്രയാണ്? 4/9. അപ്പൊ 2.73 ആണ് നമുക്ക് ഇവിടെ ഉള്ള വാല്യൂ എങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് എടുക്കുക. മൈനസ് 2.73 ഇൻറ്റു 4/9 എന്ത് കിട്ടും വാല്യൂ? സോ ഈ ക്യാരി ഓവർ ചെയ്ത് കിട്ടിയിരിക്കുന്ന വാല്യൂ 2.73. ബി എയിൽ നമുക്ക് വാല്യൂ ഒന്നുമില്ല, 0 ആയിട്ട് എടുത്തു. അപ്പൊ ഡിഫറൻസ് 2.73 ആണ്. അപ്പൊ മൈനസ് സൈൻ കൊടുക്കുക. മൈനസ് 2.73 ഇൻറ്റു 4/9 എന്ത് വരും? 1.21. അതാണ്ട് 1.21. എന്നിട്ട് ആ 1.21 എന്ത് ചെയ്യണം? ക്യാരി ഓവർ ചെയ്യണം. 1.21 നമ്മൾ എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അതാണ് 0.61 മൈനസ് 0.61. ഈ 2.73 നമ്മൾ വീണ്ടും ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എത്രയാണ്? 5/9. അപ്പോ 2.73 ഇൻറ്റു 5/9 എത്ര കിട്ടും? 2.73 ഇൻറ്റു 5/9 2.73 into 5/9 2.73 into 5/9. So answer please. Calculators ഒന്നും ഇല്ല ആരുടെയും കയ്യില്? $1.52 minus 1.52. ഈ മൈനസ് 1.52 ഡിവൈഡഡ് ബൈ 2 ക്യാരി ഓവർ ചെയ്തു. ബി സി സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അപ്പോൾ 1.52 ഡിവൈഡഡ് ബൈ 2 ആണ് 0.76. ഇനി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണ്? 1.63 എന്ന വാല്യൂ ആണ്. ഈ 1.63 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി ബി എത്ര വരുന്നത്? 1.63 ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പ്ലസ് 1.63 ഇൻറ്റു 4/7. 1.63 into 4 divided by 7 എത്ര കിട്ടും? പ്ലസ് 1.63 into 4/7 0.93. ഇനി ആ 0.93 ക്യാരി ഓവർ ചെയ്തു. ക്യാരി ഓവർ ചെയ്യുന്ന വെച്ചാൽ 0.93 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ സി ബിയുടെ വാല്യൂ ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 0.93 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 0.47. ഇനി വീണ്ടും ഈ 1.63 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി ഡി. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി ഡി 3/7. അപ്പോൾ 1.63 ഇൻറ്റു 3/7 എത്ര കിട്ടും? 1.63 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 7 0.7. ഇവിടെ നമ്മൾ വീണ്ടും ക്യാരി ഓവർ ചെയ്യത്തില്ല, ബിക്കോസ് ഡി സിയിൽ മൊമെന്റ് 0 ആണ്. സോ നമ്മൾക്ക് വീണ്ടും ക്യാരി ഓവർ ചെയ്ത് കിട്ടിയ വാല്യൂ വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 0.47 ആണ് കിട്ടിയിരിക്കുന്നത്. പ്ലസ് 0.47 ആയതുകൊണ്ട്
മൈനസ് 0.47 എടുത്തു. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി എന്ന് വെച്ചാൽ 4/9 ആണ്. അപ്പോൾ 0.47 ഇൻറ്റു 4/9. അപ്പൊ എന്ത് കിട്ടി? 0.21. അപ്പോൾ പ്ലസ് 0.47 ആണെങ്കിൽ നെഗറ്റീവ് 0.47 നെഗറ്റീവ് 0.47 കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ മൈനസ് 0.21 അതിന്റെ ഹാഫ് ക്യാരി ഓവർ ചെയ്തു. ഹാഫ് ക്യാരി ഓവർ ചെയ്തപ്പോൾ മൈനസ് 0.11 എന്ന് കിട്ടി. ഇനി വീണ്ടും ഇവിടെ നമുക്ക് ക്യാരി ഓവർ ചെയ്തിട്ട് വാല്യൂ 0.47 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി സി. അപ്പം മൈനസ് 0.47 ഇൻറ്റു 5/9 is equal to 0.26. ഇനി 0.26നെ ക്യാരി ഓവർ ചെയ്തു 0.13 മൈനസ് 0.13. ഇനി വീണ്ടും എന്താ ചെയ്യുന്നത്? നമുക്ക് കിട്ടിയ 0.76. ആ 0.76നെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി ബി 4/7 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 0.43. നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ മൈനസ് 0.76 ആയതുകൊണ്ട് പ്ലസ് 0.76 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി ബി അത് 4/7 ആണ്. അപ്പൊ 0.76 ഇൻറ്റു 4/7 4/3 എന്ന് കിട്ടി. 0.43 എന്ന് കിട്ടി. അപ്പൊ 0.43യുടെ എക്സാക്ട് ഹാഫ്, അതായത് 0.22 എന്ത് ചെയ്തു? ക്യാരി ഓവർ ചെയ്ത് എഴുതി, ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു? വീണ്ടും 0.76 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി ഡി അത് 3/7 ആണ്. അപ്പൊ 0.76 ഇൻറ്റു 3/7 ചെയ്യുമ്പോൾ 0.33. അത് നമ്മൾ ക്യാരി ഓവർ ചെയ്യില്ല. ഇനി വീണ്ടും നമ്മൾ ക്യാരി ഓവർ ചെയ്ത് എഴുതിയേക്കുന്ന വാല്യൂസിനെ എന്ത് ചെയ്യുക? വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 0.22 അപ്പോൾ പ്ലസ് 0.22 ആണ്. അപ്പൊ പ്ലസ് 0.22 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി എന്ന് വെച്ചാൽ 4/9. അപ്പോൾ 0.22 ഇൻറ്റു 4/9 അപ്പോൾ മൈനസ്, അപ്പം കിട്ടുന്നത് 0.1 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ പ്ലസ് 0.22 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? മൈനസ് 0.22 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി എ 4/9 മൾട്ടിപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് മൈനസ് 0.1 കിട്ടുന്നത്. അതിനെ ക്യാരി ഓവർ ചെയ്ത് എഴുതി 0.05 മൈനസ് 0.05. വീണ്ടും 0.02 നെഗറ്റീവ് 0.02 എടുത്തു, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി സി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് 0.22 ഇൻറ്റു 5/9 ഇസ് ഈക്വൽ ടു മൈനസ് 0.12. അതിനെ വീണ്ടും എന്ത് ചെയ്തു? ക്യാരി ഓവർ ചെയ്യാണ്. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ മൈനസ് 0.06 കിട്ടും. ഇനി നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ 0.13 മൈനസ് 0.13 ആണ് കിട്ടിയത്. therefore പ്ലസ് 0.13 ഇൻറ്റു 4/7 ചെയ്യുമ്പോൾ നമുക്ക് 0.07 കിട്ടി. 0.07 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 0.04. ഇവിടെ നമുക്ക് 0.07 കുറെ ഡിജിറ്റ്സ് വരും, അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോഴാണ് 0.04 എന്ന് വന്നത്. ജസ്റ്റ് റൗണ്ട് ഓഫ് ചെയ്യാണ്, 2 ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഇനി എന്താണ്? 0.13 മൈനസ് 0.13 ആയതുകൊണ്ട് പ്ലസ് 0.13 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി ഡി 3/7 ചെയ്യുമ്പോൾ 0.06 എന്ന് കിട്ടും. 0.06. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇവിടെ എഴുതിയിരിക്കുന്ന ക്യാരി ഓവർ ഫാക്ടർ എല്ലാം എന്താണ്? 0.04 0.06 എന്നൊക്കെ വന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇനി ചെയ്തു പോയാൽ നമ്മളെല്ലാം 2 ഡെസിമൽ പ്ലേസിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇനി ചെയ്തു പോയാൽ വളരെ ചെറിയ ചെറിയ ഡിജിറ്റ്സിലേക്കായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ഈ ക്യാരി ഓവർ എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരു 5 ടൈംസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്യാരി ഓവർ തരുമ്പോൾ 0.04 അല്ലെങ്കിൽ 0.03 അതൊക്കെ വരുമ്പോഴേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ക്യാരി ഓവർ ചെയ്തേക്കുന്ന വാല്യൂ എന്താണ്? 0.04 ആണ്. അപ്പോൾ 0.04 ആയതുകൊണ്ട് എന്ത് ചെയ്യുക? മൈനസ് 0.04 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി എ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി എ 4/9 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 0.02 എന്ന് കിട്ടും. ഇനി ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി എ ബി സി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ 0.04 ഇൻറ്റു 5/9 അപ്പം കിട്ടുന്നത് മൈനസ് 0.02. ഇവിടെ പ്ലസ് 0.04 ആയതുകൊണ്ടാണ് മൈനസ് 0.04 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി എയും ബി സിയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്ടേ, ഇവിടെ മൈനസ് 0.02 കിട്ടി, ഇവിടെ മൈനസ് 0.02 കിട്ടി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ മൈനസ് 0.06 ആണ്. മൈനസ് 0.06 ആകുമ്പോൾ പ്ലസ് 0.06 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി ബി പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് സി ബി എന്ന് പറയുമ്പോൾ 4/7. 0.06 ഇൻറ്റു 4/7 0.03. ഞാൻ അങ്ങനെ പ്ലസ് 0.06 ഇൻറ്റു 3/7 ചെയ്യുമ്പോഴും
0.03. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഈ രണ്ട് എൻഡിലും ബാലൻസ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെച്ച് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ക്യാരി ഓവർ ഒന്നും ചെയ്യേണ്ട, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനിഷ്യൽ മൊമെന്റ്സ് മുതൽ താഴേക്കുള്ള വാല്യൂസ് ആഡ് ചെയ്യുക. ഓരോന്നിനകത്തും ഇനിഷ്യൽ മൊമെന്റ്സ് മുതൽ താഴത്തേക്കുള്ള വാല്യൂസ് എല്ലാം ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടേ ഇനിഷ്യൽ മൊമെന്റ്സ് 28.8 മുതൽ താഴത്തേക്കുള്ള വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുക. ഇനിഷ്യൽ മൊമെന്റ്സ് മുതൽ താഴത്തേക്കുള്ള വാല്യൂസ് ആഡ് ചെയ്ത് എഴുതുക. അതാണ് നമ്മുടെ ഫൈനൽ മൊമെന്റ്സ്. അപ്പോൾ എ ബിയിൽ -30.88, ബി എയിൽ 15.05, ബി സിയിൽ -15.05, സി ബിയിൽ 17.66 ആൻഡ് സി ഡിയിൽ -17.66. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലസ് വാല്യൂ മൈനസ് വാല്യൂ സെയിം ആയിട്ട് തന്നെ കിട്ടണം. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ 15.05 പകരം 15.07 എന്നൊക്കെ വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എഴുതുമ്പോൾ കറക്റ്റ് ഈക്വൽ വാല്യൂസ് അപ്പുറം ഇപ്പുറം എഴുതുക. ഒരുപാട് വേരിയേഷൻസ് വന്നാലും നമ്മൾ സോൾവ് ചെയ്തതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഡെസിമൽ പ്ലേസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബി എയിലും ബി സിയിലും ഒക്കെ സെയിം എക്സാക്ട് സെയിം ആൻസേഴ്സ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ ഇത്രയും പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ ആകാത്ത ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ചെയ്തേക്കുന്ന സ്റ്റെപ്പിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. നോ സർ. മനസ്സിലായി സർ. ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാൻ അറിയാമോ? BMD വരയ്ക്കാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാൻ ഞാൻ പറഞ്ഞു തരണോ അതോ നിങ്ങൾ വരച്ചോളൂ? അറിയാമോ? എന്തെങ്കിലും ഒന്ന് പറയുമോ? അറിയാം. നമ്മൾ ഇത്രയും നാൾ ചെയ്ത അതേ കണക്ക് തന്നെയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുന്നത്. എന്ത് ചെയ്യുക? ഒരു ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുക. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ച് നമുക്ക് കിട്ടിയ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റിന്റെ വാല്യൂസ് അതിനകത്ത് ഡ്രോ ചെയ്യുക. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. സോ ഞാൻ അറ്റൻഡൻസ് എടുക്കട്ടെ. ആരും ലീവ് ചെയ്യരുതേ.